ഷൈൻ ടോം ചാക്കോയായിട്ട് ആരുമായിട്ട് ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. അറിയാൻ അവരുടെ ഫ്രണ്ട്സാണ്, പക്ഷെ അവരുമായിട്ട് ആരുമായിട്ട് എനിക്കൊരു ഞാൻ സിനിമയിലുള്ള ആളാണ്. സിനിമയായിട്ട് ബന്ധമുണ്ടോ? സിനിമയായിട്ട് ബന്ധമുണ്ട് എനിക്ക്, അവരുമായിട്ട് ബന്ധമില്ല. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള സിനിമാ അഭിനേതാക്കളുമായി ലഹരി ഇടപാടുകൾ ഉണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് തസ്ലിമ പ്രതികരിച്ചതാണ് കേട്ടത്. പ്രതിക്കൂട്ടിൽ തൊഴുകൈകളോടെ നിന്ന പ്രതികൾ അഭിഭാഷകനെ മാറ്റുകയാണെന്ന് കോടതി അറിയിച്ചു. ഒന്നാം പ്രതി തസ്ലിമയ്ക്ക് വേണ്ടി ഹൈക്കോടതി അഭിഭാഷകൻ ഓൺലൈൻ വഴി ഹാജരായി. മൂന്നാം പ്രതിയും തസ്ലിമയുടെ ഭർത്താവുമായ സുൽത്താൻ അക്ബർ അലിയെ കേസിൽ കൊടുക്കുകയാണെന്ന് ഇയാളുടെ അഭിഭാഷകൻ വാദിച്ചു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന പ്രോസിക്യൂഷന്റെ ഭാഗം അംഗീകരിച്ച കോടതി 3 പ്രതികളെയും വ്യാഴാഴ്ച വരെ എക്സൈസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഇവരിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ തെളിവെടുപ്പ് നടത്തും. ഈ പ്രതികളെ സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ കൂട്ടത്തിലായിട്ടും ചോദ്യം ചെയ്യും. ഇവരുടെ മൊബൈൽ ഡീറ്റെയിൽസും മറ്റുമുള്ള വെച്ച് വെരിഫിക്കേഷൻ നടത്തും. കാറിൽ ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്ന 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഈ മാസം 1-ാം തീയതിയാണ് എക്സൈസ് പിടികൂടിയത്. അഭിനേതാക്കളായ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവർക്ക് നിരോധിത ലഹരി വസ്തുക്കൾ വിറ്റിരുന്നതായി പ്രതികളുടെ മൊഴിയുണ്ട്. എന്നാൽ സിനിമാ നടന്മാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള തെളിവുകൾ നിലവിൽ എക്സൈസിന്റെ പക്കലില്ല. അതെല്ലാം അതിന്റെ പ്രൊസീജിയർ പ്രകാരമായിരിക്കും നടത്തുന്നത്. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവരെ ഇന്ററോഗേറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന എവിഡൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കിയുള്ള തുടർ നടപടികളിലേക്ക് പോകുന്നത്. 100 ചോദ്യങ്ങളാണ് പ്രതികൾക്കായി അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുള്ളത്. 3 സംഘങ്ങളായി തിരിഞ്ഞ് 3 പേരെയും ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും ചോദ്യം ചെയ്യുക. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.